കാസർഗോഡ് ജില്ലയിലെ ഗോത്രവർഗ തോട്ടം മേഖലകളിലെ വിദ്യാലയങ്ങളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് വിദ്യാഭ്യാസ പരിപോഷണ പരിപാടിയുടെ ഭാഗമായി ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചു. കാസർഗോഡ് DDE B. ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ ഗോത്രവർഗ തോട്ടം മേഖലകളിലെ വിദ്യാലയങ്ങളുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് കാസർഗോഡ് ഡയറ്റ് സംഘടിപ്പിച്ച പ്രത്യേക പഠന പരിപോഷണ പരിപാടിയുടെ ജില്ലാതല സെമിനാർ ശ്രദ്ധേയമായി. കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് കാസർഗോഡ് DDE B. ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. പാർശ്വവൽക്കരിക്കപ്പെട്ട മേഖലകളിലെ കുട്ടികളുടെ നൈപുണ്യ വികസനത്തിന് ഇത്തരം പദ്ധതികൾ വലിയ മുതൽക്കൂട്ടാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കുട്ടികളുടെ ഗ്രേഡ് കുറച്ചും കൂടെ ഉയരണമെന്നാണ് പറയാനുള്ളത്. ഇത് ഞാൻ ഒരു ഇവാലുവേഷൻ നടത്തുമ്പോൾ 9ാം ക്ലാസ് ദൂരം പോകുന്നതോടും ഗ്രേഡുകൾ ഈ ഗ്രേഡിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലായത്. ഇപ്പോൾ 3-ൽ E ഇല്ല, Dയും അവിടെ ഇല്ലായിരുന്നു, Cയും ഇല്ലായിരുന്നു. 3-ൽ 4ക്ക് പോകുമ്പോൾ D കടന്നു വന്നു, 5ക്ക് പോകുമ്പോൾ E കടന്നു വന്നു, 6ന് പോകുമ്പോൾ യെല്ലോ കടന്നു വന്നു. പിന്നെ ലാസ്റ്റിന് നോക്കുമ്പോൾ 9-ൽ 8-ലെല്ലാം നോക്കുമ്പോൾ അപ്പുറത്തെ ഭാഗത്ത് ABC ഭാഗത്ത് 0, 1, 2 10 കുറവും. പിന്നെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ 20-നെക്കാളധികവും ആ രീതിയിൽ ഗ്രേഡുകൾ ഉയർന്നതായി, ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഉയർന്നതായി കാണുന്നുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കുഴപ്പമെന്ന് പറയാൻ പറ്റില്ല, അത് പൊതുവേ ഉള്ള ഒരു രീതിയാണ് എന്നാണ് അവിടെ ചർച്ച ചെയ്തത്. കാസർഗോഡ് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ K. രഘുരാമ ഭട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ M. ഭാരൻ മുഖ്യാതിഥിയായിരുന്നു. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ തെരഞ്ഞെടുത്ത 6 വിദ്യാലയങ്ങൾ തയ്യാറാക്കിയ സെമിനാർ റിപ്പോർട്ടുകൾ ചടങ്ങിൽ അവതരിപ്പിച്ചു. ഇതോടൊപ്പം നടന്ന നൈപുണ്യ വികസന ശില്പശാലയിൽ കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടന്നു. തുടർന്ന് കുട്ടികളുമായി നടന്ന സംവാദത്തിന് ഡോക്ടർ M. ബാലൻ മോഡറേറ്ററായി നേതൃത്വം നൽകി. ഡയറ്റ് ലെക്ചററും പ്രോഗ്രാം കോർഡിനേറ്ററുമായ അനിൽ മണിയറ പദ്ധതി വിശദീകരിച്ചു. ഡയറ്റ് ഫാക്കൽറ്റി അംഗം EV നാരായണൻ, ഹോസ്ദുർഗ് AO M. സുരേന്ദ്രൻ, ഡയറ്റ് ഫാക്കൽറ്റിമാരായ ഡോക്ടർ KV ആതിര, K. അഷ്ന എന്നിവർ സംസാരിച്ചു. വിവിധ വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ, രക്ഷിതാക്കൾ, SMC, PT അംഗങ്ങൾ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.